ഹലോ ഫാക്ടറി ടിവിയുടെ പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലേസ് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ലേസ് എന്ന ചിപ്സ് കഴിക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ. പല കവറുകളിൽ പല ഫ്ലേവറുകളിൽ ലേസ് വിപണിയിൽ ലഭ്യമാണ്. പെപ്സിക്കോ കമ്പനിയാണ് ലേസ് വിപണിയിൽ ഇറക്കുന്നത് അല്ലേ കൂട്ടുകാരെ. കുട്ടികൾ, മുതിർന്നവർ തുടങ്ങി ഭൂരിപക്ഷം ആളുകളും ലേസിന്റെ ആരാധകരാണ്. ഈ ലേസ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കിയാലോ. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഫാക്ടറി ടിവിയെ സപ്പോർട്ട് ചെയ്യില്ലേ കൂട്ടുകാരെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഫാക്ടറി ടി വി ടീം സ്നേഹത്തോടെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ലേസ് നിർമ്മാണം തന്നെയാണ്. ലേസ് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് എന്നറിയാലോ. പ്രത്യേക രീതിയിൽ കൃഷി ചെയ്തെടുത്ത ഗുണമേന്മയുള്ള ഉരുളക്കിഴങ്ങാണ് ലേസ് നിർമ്മിക്കുന്നതിനായിട്ട് കമ്പനി ശേഖരിക്കുന്നത്. കമ്പനി കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കമ്പനി നേരിട്ടാണ് തോട്ടങ്ങളിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ശേഖരിക്കാറുള്ളത്. ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വലിയ ഉരുളക്കിഴങ്ങുകൾ പാടങ്ങളിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നത്. 75 മുതൽ 120 ദിവസം വരെയുള്ള സമയത്താണ് ഉരുളക്കിഴങ്ങ് പാകമാക്കുന്നത്. ആ സമയത്ത് ഈ മെഷീനുകൾ ഉപയോഗിച്ച് അവ പറിച്ചെടുക്കുകയും അവയെ വലിയ ട്രക്കുകളിൽ ലോഡ് ചെയ്ത് ഫാക്ടറിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. 6 കോടി കിലോഗ്രാമോളം ലേസ് ചിപ്സുകളാണ് ഓരോ വർഷവും വിപണിയിൽ വിൽക്കുന്നത്. അതിനുവേണ്ടി ഏകദേശം 3000-ഓളം കിലോഗ്രാം ലേസ് ഓരോ മണിക്കൂറും നിർമ്മിക്കപ്പെടണം. അത്രയും ശേഷിയുള്ള ഫാക്ടറികളാണ് ലേസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഫാക്ടറിയിൽ എത്തുന്നത് മുതൽ ലേസ് നിർമ്മാണ പ്രക്രിയകൾ ആരംഭിക്കുന്നു. ഒരു കൺവെയർ ബെൽറ്റിലെ ഉരുളക്കിഴങ്ങുകൾ വാഷിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഉരുളക്കിഴങ്ങുകൾ മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നത് ആയതിനാൽ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയിൽ വളരെയധികം വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഫാക്ടറിയിൽ തന്നെ വെള്ളത്തെ റീസൈക്കിൾ ചെയ്യാനുള്ള പ്രക്രിയ ഉള്ളതിനാൽ കഴുകിയ വെള്ളത്തെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കും. വാഷിംഗ് പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങിനെ തൊലി പൊളിക്കുന്ന പീലിംഗ് സെക്ഷനിലേക്ക് കിടക്കും. ഒരു പീലിംഗ് മെഷീനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഡ്രം ആകൃതിയിലുള്ള മെഷീനിൽ ഉരുളക്കിഴങ്ങുകൾ ഇടുകയും ഡ്രമ്മിൻ്റെ പരിവരുത്ത പ്രതലങ്ങളിൽ തട്ടി ഉരുളക്കിഴങ്ങിനെ തൊലി പോവുകയും ചെയ്യും. തൊലിയുടെ നേർത്ത സ്ഥലം മാത്രമാണ് ഒഴിവാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടുന്നില്ല. പീലിങ്ങിന് ശേഷവും ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടക്കും. ലേസ് നിർമ്മാണ പ്രക്രിയയുടെ എല്ലാ ഭാഗത്തും ഇതുപോലുള്ള ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ലേസ് അതിൻ്റെ ഉന്നതമായിട്ടുള്ള ക്വാളിറ്റി നിലനിർത്തുന്നത്. അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഉരുളക്കിഴങ്ങിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാർക്ക് സ്പോട്ട്, ഗ്രേസിംഗ് എന്നിവ കണ്ടെത്തിയാൽ അത് ഒഴിവാക്കപ്പെടും. നല്ല ഉരുളക്കിഴങ്ങുകൾ മാത്രം കൺവെയർ ബെൽറ്റിലൂടെ അടുത്ത സെക്ഷനായിട്ടുള്ള സ്ലൈസിങ്ങിലേക്ക് കടന്നു പോകുന്നു. ലേസ് തിന്നവർക്ക് ഓരോ ചിപ്സിൻ്റെയും സൈസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അല്ലേ. വളരെ കനം കുറഞ്ഞ ഒരേ ആകൃതിയിലുള്ള ചിപ്സുകളാണ് ലേസ് പാക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലൈസിങ്ങും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രക്രിയയാണ്. കൃത്യമായിട്ട് പേപ്പർ കനത്തിലെ മെഷീനിലെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കുന്നു. അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് സ്ലൈസുകൾ അടുത്ത ഭാഗമായിട്ടുള്ള ഫ്രൈയിങ് സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് സ്ലൈസുകൾ കൃത്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഫ്രൈ മെഷീൻ ഉപയോഗിക്കും. ചിപ്സ് എല്ലാ ഭാഗവും കൃത്യമായിട്ട് ഫ്രൈ ആക്കുന്നതിന് വേണ്ടി ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ചിപ്സിനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കും. ഡ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഉണക്കാൻ വേണ്ടിയുള്ള ഡ്രൈയിങ് പ്രവർത്തനം നടക്കും. ഉരുളക്കിഴങ്ങ് സ്ലൈസുകൾ ഫ്രൈ ചെയ്തെടുക്കാൻ കടുകെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ ഫ്രൈഡ് ചിപ്സ് വീണ്ടും ക്വാളിറ്റി കൺട്രോളിലൂടെ കടന്നു പോകും. ഇവിടെ വെച്ച് ഒരേ സൈസിലല്ലാത്ത ചിപ്സ് ഒഴിവാക്കപ്പെടും. അടുത്തതായിട്ട് ചിപ്സ് വിവിധ ഫ്ലേവറുകൾ ചേർക്കുന്ന പ്രക്രിയയാണ്. അതിനെ സീസണിംഗ് എന്നാണ് പറയുന്നത്. സീസണിംഗ് പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി ചിപ്സ് ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടന്നു വരും. വിവിധ കളറുകളിൽ ലേസ് വിപണിയിൽ ലഭ്യമാണല്ലോ. സീസൺ കഴിഞ്ഞു വരുന്ന ചിപ്സുകൾ, ഫ്ലേവറുകൾ ഇവ ഡ്രമ്മുകളിൽ കിടന്ന് കറങ്ങുകയും ഫ്ലേവർ കൃത്യമായിട്ട് ചിപ്സിൽ പിടിക്കുകയും ചെയ്യും. ഫ്ലേവർ ചെയ്ത ചിപ്സ് നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. 16 ട്രേകളുള്ള മെഷീനാണ് പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കൺവെയർ ബെൽറ്റിൽ വരുന്ന ചിപ്സ് പ്ലാസ്റ്റിക് കവറുകളിൽ വന്ന് നിറയുന്നു. അതിനുശേഷം ഹീറ്റ് സീലിംഗ് പ്രോസസ്സ് ഉപയോഗിച്ച് സീൽ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ചിപ്സ് വായുവുമായി കലർന്ന് സമ്പർക്കം വന്ന് തണുത്തു പോകാതിരിക്കാൻ നൈട്രജൻ ഗ്യാസ് പാക്കറ്റിനുള്ളിൽ നിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്തെടുത്ത ലേസ് പാക്കറ്റുകൾ വലിയ കാർഡ്ബോർഡ് ബോക്സിലാക്കി നന്നായിട്ട് സീൽ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ട്രക്കുകളിൽ കയറ്റി വിപണിയിലേക്ക് വിടും. ഏകദേശം 3 കിലോ ഉരുളക്കിഴങ്ങാണ് 1 കിലോ ചിപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ അളവിൽ ഉരുളക്കിഴങ്ങ് വേണ്ടി വരുമെന്ന് അല്ലേ ബഡീസ്. അപ്പോൾ ഫാക്ടറി ടിവിയുടെ ചങ്കന്മാരെ, ചങ്കത്തിമാരെ, നമ്മൾ ഇന്ന് കണ്ടത് ലേസ് ചിപ്സ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നാണ് അല്ലേ. സമാനമായിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നിർമ്മാണ വീഡിയോകൾ നമ്മൾ ഫാക്ടറി ടി വിയിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കാണണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫാക്ടറി ടി വി ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.